വയനാട് ദുരന്തത്തിൽ ധനസഹായം പ്രഖ്യാപിക്കാതെ കേന്ദ്ര സർക്കാർ ദേശീയ ദുരന്തമായി അംഗീകരിക്കാനാകില്ലെന്നും മാനദണ്ഡങ്ങൾ അനുവദിക്കില്ലെന്നും കേരളത്തിന് രേഖാമൂലം മറുപടി നൽകി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ മതിയായ മിച്ചമുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ദില്ലിയിലെ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായ KV തോമസിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്ര അവഗണന വ്യക്തമാകുന്നത്. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്നും ഇതിന് മാനദണ്ഡങ്ങൾ അനുവദിക്കുന്നില്ലെന്നുമാണ് മറുപടി. ഓഗസ്റ്റ് 8 മുതൽ 10 വരെ വയനാട്ടിൽ കേന്ദ്ര സമിതി നേരിട്ടെത്തി സന്ദർശിക്കുകയും റിപ്പോർട്ട് കൈമാറുകയും ചെയ്തതായും ആഭ്യന്തര മന്ത്രാലയം സമ്മതിക്കുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തിട്ടുണ്ടെന്ന് ആഭ്യന്തര സഹമന്ത്രി കത്തിൽ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ എന്ത് നടപടിയാണെന്നോ ധനസഹായം സംബന്ധിച്ചോ വ്യക്തതയില്ല. മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ ഔപചാരിക നിവേദനം ലഭിക്കാതെ തന്നെ കേന്ദ്ര സംഘത്തെ അയച്ചുവെന്ന വിചിത്രമായ അവകാശവാദവും കേന്ദ്രമന്ത്രി ഉന്നയിച്ചിട്ടുണ്ട്. വർഷം തോറും സംസ്ഥാന ദുരന്ത നിവാരണ സേനയ്ക്ക് നൽകുന്ന കേന്ദ്ര വിഹിതം വീണ്ടും മറുപടി കത്തിൽ ആവർത്തിക്കുകയാണ്. 2024-2025 SDRF ഫണ്ടിലേക്ക് 388 കോടി അനുവദിച്ചുവെന്നാണ് അവകാശവാദം. എന്നാൽ ഇതിൽ 20% സംസ്ഥാന വിഹിതമാണ്. വയനാടിന് കൈത്താങ്ങായി 2400 കോടി രൂപയുടെ പാക്കേജ് അനുവദിക്കണമെന്ന് കേരളം പലതവണ ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കണ്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. നഷ്ടപരിഹാരം തിട്ടപ്പെടുത്തി റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കുകയും ചെയ്തു. എന്നിട്ടും 3 മാസം മുമ്പ് നടന്ന വലിയ ദുരന്തത്തിൽ 1 രൂപ പോലും അനുവദിച്ചിട്ടില്ല. ആന്ധ്ര, ബീഹാർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങി NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ധനസഹായം വാരിക്കോരി നൽകുമ്പോഴാണ് 400-ലധികം പേർ മരിച്ച വലിയ ദുരന്തത്തെ രാഷ്ട്രീയത്തിന്റെ പേരിൽ മോദി സർക്കാർ അവഗണിക്കുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ മതിയായ മിച്ചമുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിരുത്തരവാദിത്വപരമായ മറുപടി. കൈരളി ന്യൂസ്, ദില്ലി.